കത്തട്ടങ്ങനെ കത്തട്ടെ, കത്തട്ടങ്ങനെ കത്തട്ടെ. ആർലേക്കറുടെ ഉത്തരവ്, ആർലേക്കറുടെ ഉത്തരവ്. കത്തട്ടങ്ങനെ കത്തട്ടെ. RSSന്റെ ഉത്തരവ്, RSSന്റെ ഉത്തരവ്. കത്തട്ടങ്ങനെ കത്തട്ടെ, കത്തട്ടങ്ങനെ കത്തട്ടെ. ആർലേക്കറുടെ ഉത്തരവ്, ആർലേക്കറുടെ ഉത്തരവ്. കത്തട്ടങ്ങനെ കത്തട്ടെ, കത്തട്ടങ്ങനെ കത്തട്ടെ. പ്രതിഷേധിക്കുക, പ്രതികരിക്കുക, പ്രതിഷേധിക്കുക, പ്രതികരിക്കുക, പ്രതികരിക്കുക നാട്ടാരെ, പ്രതികരിക്കുക നാട്ടാരെ. ഇൻക്വിലാബ് സിന്ദാബാദ്, ഇൻക്വിലാബ് സിന്ദാബാദ്. DYFI സിന്ദാബാദ്, DYFI സിന്ദാബാദ്. കത്തട്ടങ്ങനെ കത്തട്ടെ, കത്തട്ടങ്ങനെ കത്തട്ടെ. ആർലേക്കറുടെ ഉത്തരവ്, ആർലേക്കറുടെ ഉത്തരവ്. കത്തട്ടങ്ങനെ കത്തട്ടെ, കത്തട്ടങ്ങനെ കത്തട്ടെ. RSSന്റെ ഉത്തരവ്, RSSന്റെ ഉത്തരവ്. കത്തട്ടങ്ങനെ കത്തട്ടെ, കത്തട്ടങ്ങനെ കത്തട്ടെ. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന വ്യാപകമായി ഇവിടെ പ്രതിപാദിച്ച പോലെ കേരളത്തിന്റെ ഗവർണർ, അദ്ദേഹമാണ് കേരളത്തിലെ സർവകലാശാലയുടെ ചാൻസലർ പദവിയിൽ അലങ്കരിക്കുന്നത്. ഗവർണറായിട്ടുള്ള ആർലേക്കർ ഇന്നലെ കേരളത്തിലെ എല്ലാ വൈസ് ചാൻസലർമാർക്കും ഒരു ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുകയാണ്. ആ ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത് ആഗസ്റ്റ് 14 ഇന്ത്യയുടെ വിഭജനത്തിന്റെ വലിയ മുറിവുണ്ടാക്കിയ ദിനമാണ്. ആ ദിനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചില പരിപാടികൾ കേരളത്തിലെ വിവിധങ്ങളായ ക്യാമ്പസുകളിൽ സംഘടിപ്പിച്ചു കൊള്ളണം എന്ന ഒരു ഉത്തരവാണ് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഇത് സംബന്ധിച്ച് പറയുന്നത്, നമ്മുടെ രാജ്യം സ്വതന്ത്രമായിട്ട് 78 വർഷം പൂർത്തിയാവുകയാണ്. 78 വർഷത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ 77 തവണ നമ്മൾ കണ്ടവരാണ്. 78ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോ എങ്ങനെയാണ് ഒരു ഗവർണർ, ഒരു ചാൻസലർ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ കേരളത്തിലെ സർവകലാശാലകളിലേക്ക് ഇങ്ങനെ ഒരു ഉത്തരവുമായി വരുന്നത്? ഇത് വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു നീക്കമാണ്. എന്തുകൊണ്ടെന്നാൽ RSSനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം, ഈ രാജ്യത്തിന്റെ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് സംബന്ധിച്ചുള്ള കാര്യം, അതിനകത്തെല്ലാം അവർക്ക് ചില ജാള്യതയും വിമുഖതയുമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ സ്വാതന്ത്ര്യദിനം രാജ്യമാകെ ആഘോഷിക്കുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു RSSകാരന്റെ പേര് പരാമർശിക്കുന്ന, ഇവരുടെ പൂർവികരായിട്ടുള്ള ഹിന്ദു മഹാസഭയുടെ ആളുകളുടെ പേര് പരാമർശിക്കുന്ന ഒരനുഭവവും ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടുണ്ടായിട്ടില്ല എന്ന് ചോദിച്ചാൽ, ഇവരാരും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആ വഴിക്ക് വന്നിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സ്വാതന്ത്ര്യ ദിനാഘോഷം അത് ആഗസ്റ്റ് 15 മാറ്റിയിട്ട് അതിന്റെ പ്രാധാന്യം കുറച്ചിട്ട് അത് ആഗസ്റ്റ് 14ലേക്ക് മാറ്റുക. നേരത്തെ നമ്മൾ കണ്ടതാണല്ലോ, നമ്മുടെ നാട് വളരെ ഐക്യത്തോടുകൂടി ആഘോഷിക്കുന്ന ഓണം, അത് മാറ്റിയിട്ട് വാമന ജയന്തി ആഘോഷിക്കാൻ ഇവർ ആഹ്വാനം ചെയ്തു. അപ്പൊ ഓണം മാറ്റിയിട്ട് വാമന ജയന്തി ആഘോഷിക്കണം. ചില സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റാൻ ആഹ്വാനം ചെയ്യുകയാണ്. സർവകലാശാലകളിൽ വിദ്യാർത്ഥികളോട് ഇനി സ്വാതന്ത്ര്യദിനത്തിന്റെ പ്രസക്തിയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കേണ്ടതില്ല, വിഭജനത്തിന്റെ കാര്യം പറഞ്ഞാൽ മതി എന്നാ പറയുന്നത്. ആരാണ് ഈ രാജ്യം വിഭജനത്തിന് ഉത്തരവാദിയായിട്ടുള്ളത്? ഒരു ഭാഗത്ത് മുഹമ്മദ് അലി ജിന്നയാണെങ്കിൽ മറുഭാഗത്ത് ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാർ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അപ്പൊ VD സവർക്കറെ പോലുള്ള ആളുകൾക്ക് ഒരു ഭാഗത്ത് ഇസ്ലാം മതം രൂപം കൊണ്ടാലും പ്രശ്നമില്ല, ഈ
രാജ്യത്തെ എല്ലാ മുസ്ലിങ്ങളും ഈ രാജ്യം വിട്ടു പോയാൽ മതി, ഇതൊരു ഹിന്ദു രാഷ്ട്രമായാൽ മതി എന്ന താല്പര്യം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ സമരതരായ നേതൃത്വം സ്വപ്നം കണ്ടത് മതനിരപേക്ഷ ജനാധിപത്യ സെക്യുലർ ഇന്ത്യയാണ്. ആ ഇന്ത്യയെ തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് ഗാന്ധിയും നെഹ്റുവും അംബേദ്കറും ഉൾപ്പെടെയുള്ള ദേശീയ പ്രസ്ഥാനത്തിന്റെ ആ കാലത്തെ സമരതരായ നേതൃത്വം ഇവിടെ പ്രഖ്യാപിച്ചത്. നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ ഭരണഘടനാ അസംബ്ലിയിൽ നടന്ന നിരവധി ചർച്ചകളുടെ രേഖകൾ നമുക്ക് ഇപ്പോഴും കാണാൻ വേണ്ടി കഴിയും. ആ ഭരണഘടനാ അസംബ്ലിയിൽ അന്ന് നടന്ന ചർച്ചയിൽ ഈ രാജ്യത്തിന്റെ പേരിനെ കുറിച്ച് തർക്കമുണ്ടായിരുന്നു. RSSനെ പ്രതിദാനം ചെയ്യുന്ന ഹിന്ദു മഹാസഭയുടെ ആളുകൾ അന്ന് പറഞ്ഞത് ഈ രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നിടാൻ പാടില്ല, ഭാരതം എന്ന് തന്നെ ഇടണം എന്നാണ്. രാജ്യത്തിന്റെ ദേശീയ പതാക ത്രിവർണ്ണ പതാക ആക്കാൻ പാടില്ല, അത് കാവി പതാക RSSന്റെ കാവി ധ്വജം ആയിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഈ രാജ്യത്തിന് ഒരു മതം വേണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഔദ്യോഗിക മതമായിട്ട് ഹിന്ദു മതം പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയെല്ലാമുള്ള നിരവധി വാദഗതികൾ അവിടെ ഉന്നയിക്കപ്പെട്ട സന്ദർഭത്തിൽ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്ത് പദം പ്രയോഗിക്കണം എന്നുള്ള കാര്യത്തിൽ ഉൾപ്പെടെ അവിടെ ചർച്ച നടന്നിരുന്നു. അങ്ങനെ ചർച്ച നടന്ന് ഭൂരിപക്ഷ പ്രകാരം വോട്ടിനിട്ട് തള്ളിയിട്ടാണ് ഇന്ന് കാണുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഇന്ന് കാണുന്ന ഈ മതനിരപേക്ഷ ഇന്ത്യ എന്ന ദേശീയതാ സങ്കല്പമെല്ലാം ഇവിടെ ഉണ്ടായത്. ഗാന്ധി അന്ന് പറഞ്ഞു, രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും ഒറ്റ മതമാണെങ്കിൽ പോലും രാജ്യത്തിന് പ്രത്യേക മതം ആവശ്യമില്ല എന്നായിരുന്നു ഗാന്ധി പറഞ്ഞത്. ഗാന്ധി അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഗാന്ധിയെ 48-ൽ ഈ RSSന്റെ നേതൃത്വത്തിന്റെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നാഥുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന മതഭ്രാന്തൻ, RSSന്റെ വക്താവ്, RSSന്റെ ശാഖയിൽ നിന്ന് വർഗീയതയുടെ അഭ്യാസം പഠിച്ചിട്ടുള്ള ആ നരാധമൻ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നുകളഞ്ഞത്. ഇങ്ങനെല്ലാമുള്ള നിരവധി ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഈ ചരിത്രമെല്ലാം ഇങ്ങനെ സത്യമായി നിൽക്കുന്ന സന്ദർഭത്തിൽ ചരിത്രത്തെ ഭയപ്പെടുകയാണ് RSS. ഇത്രമാത്രം ചരിത്ര ഭയമുള്ള ഒരു പ്രസ്ഥാനം ഈ രാജ്യത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ, അത് RSS ആണ്. കാരണം അവർക്ക് പറയത്തക്ക ചരിത്രമില്ല. എന്ത് ചരിത്രമാണുള്ളത്? ബ്രിട്ടീഷുകാർക്കെതിരായ സമരം എന്ന് പറഞ്ഞ് സമരം ചെയ്ത ചില ആളുകൾ പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ അതിനെ തള്ളി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാനും എന്റെ പിന്നിൽ അണിനിരക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളും ബ്രിട്ടീഷ് രാജ്യത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു കൊള്ളാം. എന്താ അവരുടെ പേര്? സവർക്കർ. എത്ര തവണയാ മാപ്പ് എഴുതിയത്? ഒരു തവണയും 2 തവണയുമാണോ? നിരവധി തവണ മാപ്പെഴുതി കൊടുത്തു. മാപ്പെഴുതി കൊടുത്തിട്ട് അടിവരയിട്ട് പറഞ്ഞു, എന്നെ വിട്ടയക്കുകയാണെങ്കിൽ എന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ ബ്രിട്ടീഷ് രാജ്യത്തിന് അനുകൂലമായി ഞാൻ മാറ്റിക്കൊള്ളാം എന്നാ പറഞ്ഞിട്ടുള്ളത്. അതാണ് അവരുടെ ഗതികേട്. പറയത്തക്ക ചരിത്രമില്ല. വീരപുരുഷനായി ആരാധിക്കുന്ന ആ സവർക്കർ കൊടുത്തിട്ടുള്ള മാപ്പപേക്ഷ ഇന്ന് കേരളത്തിലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ കറങ്ങുകയാണ്. ഒന്നും പറഞ്ഞു നിൽക്കാൻ വേണ്ടി അവർ കഴിയുന്നില്ല. അപ്പോഴാണ് രാജ്യത്തിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചർച്ചയിൽ നിന്ന് വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ബോധപൂർവം വർഗീയത വളർത്താൻ വേണ്ടി ഇത്തരം ആഹ്വാനങ്ങളുമായിട്ട് ഇത്തരം ഉത്തരവുകളുമായിട്ട് കേരളത്തിലെ സർവകലാശാലകളിലേക്ക് ഈ ചാൻസലർ VC-മാരെ ഉപയോഗപ്പെടുത്തിയിട്ട് കടന്നു വരുന്നത്. അങ്ങനെയൊന്നും എളുപ്പത്തിൽ കീഴ്പ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ കുറെ വർഷമായില്ലേ ഈ കേരളത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി നോക്കുന്നത്? എന്തെല്ലാം പരിശ്രമങ്ങൾ നടത്തി. RSSന്റെ ശാഖകൾ ആരംഭിച്ച് കൊടിയ കടന്നാക്രമണം നടത്തിയില്ലേ? എന്നിട്ടൊന്നും കീഴ്പ്പെടാതെ RSSനെ പ്രതിരോധിച്ച ഒരു നാട്, ആ നാടിന്റെ പേരാണ് ഈ കേരളം. ആ കേരളത്തെ ചില VC-മാരെയെല്ലാം ഉപയോഗപ്പെടുത്തിയിട്ട് RSSന്റെ തിട്ടൂരമനുസരിച്ച് കേരളത്തെ അങ്ങ് മാറ്റിമറച്ചു കളയാം എന്ന വ്യാമോഹവുമായിട്ട് കടന്നു വരുന്ന എല്ലാ RSSന്റെ ഇത്തരം ഉത്തരവുകളെയും കേരളം തള്ളിക്കളയും എന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് കേരളത്തിലെമ്പാടും ഈ ആർലേക്കറുടെ RSS അജണ്ട ഈ കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അത് കത്തിച്ചു കളയുന്ന ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുകയാണ്. ഇത് കേവലമായ ഒരു ദിവസത്തെ പരിപാടിയല്ല. RSS വളരെ ബോധപൂർവം കേരളത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് പല തരത്തിലുള്ള
ഇടപെടലുകളുമായിട്ട് മുന്നോട്ട് വരികയാണ്. സർവകലാശാലകളിൽ മുഴുവൻ അവർ കൈകടത്താൻ വേണ്ടി നോക്കുകയാണ്. സിലബസിൽ അവർ കൈവെക്കുകയാണ്. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അവർ കൈവെക്കുകയാണ്. കൈയും കെട്ടി നോക്കി നിൽക്കാൻ വേണ്ടി കഴിയില്ല. എല്ലാ അർത്ഥത്തിലുമുള്ള പോരാട്ടമാണ് ഈ നാട് ആവശ്യപ്പെടുന്നത്. ആ പോരാട്ടം ഏറ്റെടുക്കാൻ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ പ്രതിജ്ഞാബദ്ധമാണ്. അതിന് ഡിവൈഎഫ്ഐ മുൻകൈയെടുക്കും. ആ പോരാട്ടത്തിന് ഡിവൈഎഫ്ഐ തെരുവിലുണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരിക ഉദ്ഘാടനം ചെയ്യുന്നു. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.